Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി റൈസ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. 250 ml ന്റെ കപ്പിൽ 3 കപ്പാണ്. നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള നെയ്യും ഓയിലും കൂടി ഉള്ളത് ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും ഗ്രാമ്പും പട്ടയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് ചതച്ചിട്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, അതുകൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിത് ഒരുപാട് വാടി ചുവന്ന് വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒക്കെ വാടി വന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. 3 കപ്പ് അരിയിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml ന്റെ കപ്പിലാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നമ്മൾ 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം. അവരൊരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിക്കുകയും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു അരമുറി നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇതേപോലെ ചോറ് വയ്ക്കുന്ന സമയത്ത് നാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല, കുഴഞ്ഞു പോകില്ല. അപ്പോൾ ഇത് അരി ഇട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം താത്തി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് പകുതി മുക്കാൽ വെന്ത് കിട്ടും. അപ്പോൾ നോക്കാം, ഒരു 7 മിനിറ്റൊക്കെ ആയപ്പോൾ പകുതി മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിനെടുത്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരുപാട് നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3-4 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ട് അപ്പോൾ അത് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കുകയൊക്കെ ചെയ്തിരിക്കണം. അപ്പോഴും ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, വേറിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3-4 പുതിനയില ഒന്ന് കട്ട് ചെയ്തതും 1 പിടി മല്ലിയില ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവർ ചെല്ലുന്ന സമയത്ത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്കൊരു തൈരും അതേപോലെ തന്നെ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും സവാള ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള മാത്രം ആയാലും മതി. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടി മുകളിലേക്കൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചോറിൽ ചേർത്തത്. പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത സമയത്ത് 1 ടേബിൾ സ്പൂണാണ് ഓയിലിലേക്ക് ചേർത്തത്. മൊത്തം 3 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മൾ ഈ ചോറ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു വാഴയില കൂടെ വെച്ചിട്ട് അടച്ച് വെക്കണം. ഈ വാഴയിലയുടെ ഫ്ലേവർ കൂടെ ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതേ ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നമുക്ക് ഈ വാഴയിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി മണമാണ് വരുന്നത്, നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള
അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി അടിയെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് തിളക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, തീരെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, കുഴഞ്ഞു പോയിട്ടും ഒന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.